ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 21, 2024 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് മത്സരം എന്ന് പറയുന്നത് വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ് വിജയ് ഹസാരെ ട്രോഫി. 50 ഓവർ വീതമുള്ള ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളാണ്. ഇപ്രാവശ്യം കേരളം ശക്തമായ ഗ്രൂപ്പിലാണ്. കേരളത്തിൻ്റെ ഗ്രൂപ്പിലാണ് മധ്യപ്രദേശ്, ബറോഡ, ബംഗാൾ, ഡൽഹി തുടങ്ങിയ ശക്തരായ ടീമുകളുള്ളത്. ഇന്ന് കേരളം ഒഴികെ മറ്റെല്ലാ ടീമുകൾക്കും ഇന്ന് മത്സരം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ. ആദ്യം നടന്ന മത്സരത്തിൽ ബറോഡ ത്രിപുരയെ പരാജയപ്പെടുത്തി. നമുക്കറിയാം ബറോഡ ഹർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യയും ഒക്കെ ഉള്ള ടീമാണെന്ന്. മറ്റൊരു മത്സരത്തിൽ നമുക്കറിയാം വെങ്കടേഷ് അയ്യരുടെ മധ്യപ്രദേശ് ബീഹാറിനെ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ മത്സരത്തിൽ ബംഗാൾ ശക്തരായ ഡൽഹിയെ പരാജയപ്പെടുത്തി. ബംഗാളിന് വേണ്ടി അഭിഷേക് പോറൽ പുറത്താകാതെ 170 റൺസ് എടുത്തു. ഏതായാലും ബറോഡയും മധ്യപ്രദേശും ബംഗാളും ഓരോ വിജയം നേടി ഇപ്പോൾ ഗ്രൂപ്പിൽ മുന്നിലാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ മത്സരം തിങ്കളാഴ്ചയാണ്. അത് ബറോഡയുമായിട്ടാണ്. ഈ മറ്റൊരു ഗ്രൂപ്പിൽ നടന്ന മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം എന്ന് പറയുന്നത് കർണാടകയും മുംബൈയും തമ്മിലുള്ള മത്സരമായിരുന്നു. നമുക്കറിയാം മുംബൈയിൽ ഒരുപാട് ദേശീയ താരങ്ങളും അന്തർദേശീയ താരങ്ങളൊക്കെ ഉള്ള ടീമാണ് മുംബൈ. ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിലാണ് സൂര്യകുമാർ യാദവ് ഉൾപ്പെട്ട ടീമാണ് മുംബൈ. അപ്പോൾ ഏതായാലും ശ്രേയസ് അയ്യരുടെ സെഞ്ചുറിയോടുകൂടി ശ്രേയസ് അയ്യർ 114 റൺസാണ് എടുത്തത്. ആ സെഞ്ചുറിയുടെ ബലത്തിൽ മുംബൈ നിശ്ചിത 50 ഓവറിൽ 4 വിക്കറ്റിന് 382 റൺസാണ് എടുത്തത്. മറുപടിയായി കർണാടക 3 വിക്കറ്റിന് 383 റൺസ് എടുത്തു. അങ്ങനെ 7 വിക്കറ്റിൻ്റെ വിജയം നേടി. കർണാടകയ്ക്ക് വേണ്ടി KL ശ്രീജിത്ത് 101 ബോളിൽ 150 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. കർണാടകയുടെ ഈ ഫോം മറ്റെല്ലാ ടീമുകൾക്കും ഒരു മുന്നറിയിപ്പാണ്. മറ്റൊരു മത്സരത്തിൽ പോണ്ടിച്ചേരി സൗരാഷ്ട്രയെ അട്ടിമറിച്ചു. സൗരാഷ്ട്രയിൽ നമുക്കറിയാം ഒരുപാട് മികച്ച കളിക്കാരൊക്കെ ഉള്ള ടീമാണ് സൗരാഷ്ട്ര. ആ ടീമിനാണ് പോണ്ടിച്ചേരി എന്ന കുഞ്ഞൻ ടീം അട്ടിമറിച്ചത്. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് അരുണാചൽ പ്രദേശിനെ പരാജയപ്പെടുത്തി. പഞ്ചാബിന് വേണ്ടി അമോൽപ്രീത് സിംഗ് 115 റൺസ് എടുത്തു 45 ബോളിൽ. അതിവേഗ സെഞ്ചുറിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇന്നൊരു റെക്കോർഡൊക്കെ ഉണ്ട്. പരിമിത ഓവർ ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ സെഞ്ചുറി നേടിയ 3ാമത്തെ ആളായി അദ്ദേഹം മാറി. ഇത്രയ്ക്കാണ് ഇന്നത്തെ വിജയ് ഹസാരെ ട്രോഫിയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം കേരളത്തിൻ്റെ മത്സരം അടുത്ത തിങ്കളാഴ്ചയാണ്. കേരളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാരിൽ ഒരാളായ സഞ്ജു സാംസൺ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ മുൻ ഇന്ത്യൻ താരമായ ആകാശ് ചോപ്ര പറഞ്ഞത് സഞ്ജു സാംസൺ ചെയ്തത് മണ്ടത്തരമാണ് എന്നാണ്. കാരണം ഇതിന് ശേഷം നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാത്തത്, കേരള ടീമിന് വേണ്ടി കളിക്കാത്തത്, അത് സഞ്ജു സാംസണിൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള സാധ്യതയെ ദുർബലപ്പെടുത്തും എന്നാണ് ആകാശ് ചോപ്ര പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.